ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അതായത് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, എഞ്ചിൻ ഓയിൽ മാറണം, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ചെയിൻ ചെക്കപ്പ്. ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം അവർ കേട്ടോ. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വാൽവ് ബെൻഡായി പോയതാണ് കംപ്ലൈൻറ്റിൻ്റെ കാരണം. അത് നമ്മൾ ലേത്തിൽ കൊടുത്ത് മാറ്റി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പഴയ വാൽവ്. ബെൻഡാവാനുള്ള കാർബൺ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും കരി അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കുടുങ്ങിയതാവാനാണ് സാധ്യത. മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2 വാൽവ് മാറ്റി സീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലേത്തി കൊടുത്ത് റെഡിയാക്കി എടുത്താണ്. 2 പുതിയ വാൽവ് ഇട്ടിട്ടുണ്ട്. വാൽവ് സീറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ പിസ്റ്റൻ്റെ ഭാഗമൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഗ്യാസ്കറ്റ് നമുക്കിവിടെ ഇത് അഴിക്കുന്ന സമയത്ത് ഗ്യാസ്കറ്റ് ഇളക്കം തട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സൈഡ് ലീക്ക് വരാതിരിക്കാനും കൂടി അതുകൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണുണ്ട്. പിസ്റ്റൺ റിങ്സ് ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ റിങ്സ് മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ ഗ്യാസ്കറ്റുകളെല്ലാം നമുക്ക് മാറ്റണം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ചെയിൻ നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്ത് നോക്കാം. വേറെ പ്രോബ്ലം ഒന്നും കാണാൻ സാധ്യതയില്ല. കാരണം വണ്ടി ഓടിച്ച് നോക്കാൻ പറ്റാത്തതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. നിലവിൽ ചെയിൻ ലൂസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ടൈറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഇന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഷോപ്പ് ലൊക്കേഷൻ ചേഞ്ച് ആവണതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയേക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കണേ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കാം. അതല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ കോൺടാക്ട് ചെയ്തോളാം. അതിന് ശേഷം വന്നാൽ മതി. എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി വാട്സാപ്പിനകത്ത് കിട്ടേക്കാം കേട്ടോ.